ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ക്ലീനിങ് പാർട്ട് 4 ആണ് കേട്ടോ. അപ്പോൾ തന്നെയും പിന്നെയും ക്ലീനിങ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കുന്നുണ്ടാവും അല്ലേ? സോറി കേട്ടോ ഗൈസ്, ഇനി ഒരൊറ്റ പാർട്ടും കൂടെ ഉള്ളൂ. ഇതോടെ ഞാൻ ഈ പരിപാടി നിർത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തുണിയെല്ലാം മടക്കി പെറുക്കി ഒതുക്കി അലമാരിക്കകത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. ഇങ്ങനെ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ല, ഈ ക്ലീൻ ചെയ്യുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാനെടുത്ത സമയത്ത് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അമ്മയുടെ ഒക്കെ കാര്യം ആലോചിക്കുമായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് പണികളേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ ഇത്രയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ ഒക്കെ സമയമാകുമ്പോഴുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ എത്ര പാത്രം ഉണ്ടോ, അതിപ്പോൾ ഉപയോഗിക്കുന്ന പാത്രം ആയിക്കോട്ടെ ഉപയോഗിക്കാത്ത പാത്രം ആയിക്കോട്ടെ, അതെല്ലാം എടുത്ത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വീണ്ടും അതൊക്കെ അതാത് സ്ഥലത്ത് കയറ്റി പൊട്ടും പൊടിയൊക്കെ അടിച്ച് മാറാലയൊക്കെ അടിച്ച് വൃത്തിയാക്കി. നമുക്കൊക്കെ അവിടെ പറമ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീടിന് ഇപ്പം മുറ്റവും കാര്യങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ട് മുറ്റത്ത് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ അവിടെ മുറ്റത്ത് എന്തെങ്കിലും മഴയുടെ സമയമല്ലേ, പെട്ടെന്ന് ഇങ്ങനെ പുല്ലുകളും ഒക്കെ ഉണ്ടായി വരുമല്ലോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എല്ലാം അത്തമാകുന്നതിന് മുമ്പ് അമ്മ ഇതെല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കി സെറ്റാക്കി എടുക്കും. അപ്പോഴൊക്കെ എന്നെ വിളിക്കും, വേണ്ടി ഒന്ന് പാടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ കൈക്ക് വേദനയാണ്, കാലിന് വേദനയാണെന്നൊക്കെ പറയുന്നത് ഞാനാണ്. ഇപ്പോൾ ഇവിടെ കിടന്ന് കാമം കുമ്മം പാടി കിടക്കുന്നത്. കൊള്ളാം. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെയൊക്കെ സ്മരിച്ചു പോയി. എന്തായാലും തുണിയൊക്കെ മടക്കി വെച്ചു. പിന്നെ തറയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എല്ലാം ഒതുക്കി പെറുക്കി ഒന്ന് വെച്ചിട്ട് എല്ലായിടവും പൊട്ടും പൊടിയൊക്കെ ഒന്ന് കൊട്ടി തൂത്തുവാരി ഒന്ന് തുടച്ച് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയമെടുത്തൊരു പണി കേട്ടോ. ഈ റൂമൊന്ന് വൃത്തിയാക്കി എടുത്തപ്പോൾ തന്നെ പകുതി സെറ്റായി. ഒരു ദിവസം ഫുള്ളെടുത്തത് ഞാൻ ഈ റൂം വൃത്തിയാക്കാനായിരുന്നു. അങ്ങനെ എന്തായാലും ഒരു വിധത്തിൽ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് തുടച്ചും കൂടെ ഇട്ടപ്പോഴത്തേക്കിനും എല്ലാം അടിപൊളി സെറ്റായി. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. ഇനി ഒരു വീഡിയോയും കൂടെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ബോറടിച്ചെങ്കിൽ ഞാൻ വീണ്ടും സോറി പറയാണ്. ഇതോടെ ഞാൻ ഈ പരിപാടി ക്ലീനിങ് വീഡിയോ ഇനി കുറേ നാളത്തേക്ക് ഉണ്ടാവില്ല. ഇത് ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. ഇനി എനിക്ക് പണിയെടുക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കേ.